ഹായ് എവരിവൺ, എന്തുണ്ട് വിശേഷങ്ങൾ? ഞങ്ങൾക്കിവിടെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ തണുപ്പ്. അപ്പോൾ ആ തണുപ്പത്ത് ശരീരമൊക്കെ ഒന്ന് വാം ആക്കാൻ വേണ്ടിയിട്ട് ഒരു പൗഡർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പ്രോട്ടീൻ പൗഡർ എന്ന് വേണേൽ നിങ്ങൾക്ക് പേര് വിളിക്കാം കേട്ടോ. അപ്പം ഞാനങ്ങനെ പ്രോട്ടീൻ പൗഡറൊന്നും വിളിക്കുന്നില്ല, പക്ഷേ ഞാനത് ട്രൈ ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു എഫക്റ്റ് ഉണ്ട്. നമുക്കിവിടെ ഒരു നെയ്ബർ ആൻറ്റി ഉണ്ട്. അപ്പം മിക്കപ്പോഴും നമ്മളുടെയൊക്കെ ഒരു തിരക്ക് വരുന്ന ഒരു ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ എന്നാണെന്നറിയാമോ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ലഞ്ച് സ്കിപ്പ് ചെയ്യും. മിക്കപ്പോഴും ഈ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ ഇങ്ങോട്ട് ഒരുമിച്ച് അടിക്കലായിരിക്കും. അപ്പം പെട്ടെന്ന് ടയേർഡാണ്. അപ്പം ഞാനൊരു കാഷ്വൽ ടോക്കിൽ ആൻറ്റിയോട് പറഞ്ഞാണ്, ആൻറ്റി കാലിനൊക്കെ ഭയങ്കര വേദന, ചില സമയത്ത് നമുക്ക് പറ്റില്ല, വയ്യാണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൻറ്റി പറഞ്ഞാണ്, ഷീബ വൈ നോട്ട് യു ട്രൈ ദിസ്. അപ്പോൾ അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ അഭിപ്രായത്തിൽ എല്ലാത്തരം നട്ട്സുകളും, ഞാനങ്ങനെ എല്ലാ നട്ട്സും ഒന്നും എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് സൺഫ്ലവർ സീഡ്സ്, ഇതാണ് എൻ്റെ മെഷറിംഗ് കപ്പിൻ്റെ കപ്പല്ല, അതല്ലാതെ ഉള്ള എൻ്റെ ഒരു മെഷറിംഗ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഇതിൻ്റെ കോഫിയുടെയൊക്കെ ഷോർട്ട്സ് ഉണ്ടാക്കുന്നില്ലേ, ആ കപ്പാണ്. അപ്പം ഒരു കപ്പ് സൺഫ്ലവർ സീഡ്, ഒരു കപ്പ് നമ്മളുടെ പെപ്പിരാസ് എന്ന് പറയും, നമ്മളുടെ മത്തൻ്റെ പംകിൻ സീഡ്, പിന്നെ ഒരു കപ്പ് കടലപ്പരിപ്പ്. ഇതെൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. ഇതെന്നാണെന്നറിയോ, ഇത് പോപ്പി സീഡാണ്. ഇത് വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. ഇത് നമ്മളുടെ ഫൂൽ മഖന എന്ന് പറയും ഹിന്ദിയിൽ. ഇതാണ് ആൻറ്റി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം. ശരിക്കും എനിക്കറിയില്ലായിരുന്നത്. ഇത് ലോട്ടസ് സീഡ്, ഇത് ഒത്തിരി മഗ്നീഷ്യം ഉള്ള സാധനമാണ്. അപ്പം ഞാനിത് ഈ നമ്മുടെ ഈ മലരില്ലേ അതുപോലെയൊക്കെ ഇരിക്കും, നമ്മുടെ പോപ്കോണൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഉള്ള അതുപോലെ ഇരിക്കും, അരിയൊക്കെ വറുത്തിട്ട് ഇങ്ങനെ വലുതായിട്ട് വരണ പോലെ. അപ്പം ഞാനിത് ഇൻസ്റ്റെഡ് ഓഫ് 1 കപ്പ് ഞാനൊരു ഇതിൻ്റെ തന്നെ ഒരു 3 കപ്പ് എടുത്തു. എന്നാൽ എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, രസമാണത്. ഇത് നമ്മളുടെ ഇത് പീനട്ട് കപ്പലണ്ടി വറുത്തത്, അത് ഞാൻ ജസ്റ്റ് കുരുകുരുന്ന് ആക്കിയെടുത്താന്ന് വറുത്തെടുക്കാൻ. ആൽമണ്ട്സ് ഞാനിതിന് 2 കപ്പ് എടുത്തിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാണ്, കുറച്ച് കൂടി നിൽക്കുന്നത്. ഇതിനകത്ത് ഞാൻ എടുക്കാത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ലാഞ്ഞിട്ടല്ല, ഇതങ്ങ് നമ്മൾ പയ്യൊന്ന് റോസ്റ്റ് ചെയ്തങ്ങ് പൊടിക്കുമ്പോൾ ഇച്ചിരി ഓയിൽ പോലെ അങ്ങ് വരും. അപ്പോൾ അതങ്ങ് അവോയ്ഡ് ചെയ്തു. പിസ്താഷ്യോ വേണമെങ്കിൽ പിസ്താഷ്യോ ചേർക്കാം. പിന്നെ ഇത് നമ്മളുടെ എള്ള്, വൈറ്റ് കളർ എള്ള്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മെല്ലെ ഒന്നങ്ങ് ടോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അതിൻ്റെ സാധനങ്ങൾ എടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന്, ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട. അപ്പം ഞാൻ എടുത്തു. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട സാധനം നമ്മളുടെ ആൽമണ്ട്സിനെ ഇടുവാണ്. ആൽമണ്ട്സ് പാനൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഇട്ടു. നമുക്ക് അതിനെ പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഞാൻ മറ്റേ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് അടുപ്പിച്ച് വയ്ക്കാം. അതിന് ശേഷം ഞാൻ ഇടാൻ പോകുന്ന സാമഗ്രികൾ ഇതൊക്കെയാണ് വരുന്നു. ഓക്കെ. അപ്പോൾ ഇതിനെ പതുക്കെ ഒന്ന് അങ്ങ് ടോസ്റ്റ് ചെയ്തായിരുന്നു. ടോസ്റ്റഡായി വന്നു കഴിയുമ്പോൾ ഒത്തിരി നമുക്കങ്ങനെ റോസ്റ്റ് ആവുമൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമുക്കിതിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫീലാവും ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഷെല്ലൊന്നും ആവുന്നതിൻ്റെ ആ ഒരു ടൈം. അപ്പോൾ അതിനെ അങ്ങ് വറുത്ത് ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഈ സാധനത്തിന് ഇടും. അത് നമ്മളുടെ കടല, അത് പതുക്കെ ഞാനൊന്നും ഇതിൽ നിന്ന് മാറ്റുന്നില്ല. എന്നാണെന്നറിയോ, കാരണം നമ്മളിതിനെ ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ആയിട്ട് ഒന്നും അങ്ങനെ ഒത്തിരി അങ്ങ് ടോസ്റ്റഡ് ആക്കുന്നില്ല. ജെൻറലായിട്ടുള്ളൊരു ടോസ്റ്റിങ്ങേ വരണുള്ളൂ. അപ്പോൾ പതുക്കെ നമ്മളുടെ കടലേനെ ഒന്നങ്ങ് ടോസ്റ്റ് ആവാൻ അനുവദിക്കുക. ഞാൻ നമ്മളുടെ എള്ളിനെ എടുക്കാം കേട്ടോ, വൈറ്റ് എള്ളിനെ. ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ എള്ളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ. എള്ളൊക്കെ നമ്മളൊന്ന് അങ്ങ് ടോസ്റ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നല്ലൊരു മണം. നമ്മളുടെ നാട്ടിൽ പറയും പണ്ടൊക്കെ എള്ളിൻ്റെ സീസണൊക്കെ ആകുമ്പോഴേ ഈ എള്ളൊക്കെ കൃഷി ചെയ്തിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്ക് അമ്മയൊക്കെ ഈ എള്ളും കൊണ്ട് ഉണ്ട ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. നല്ല രുചിയാണ്. ആ സമയത്തൊക്കെ തലേ തേക്കണ എണ്ണയല്ല, എള്ളിൻ്റെ എണ്ണയായിരിക്കും സീസൺ. ഇതിപ്പോൾ ഒരുമാതിരിയായി. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് പിന്നെ ഒരുമാതിരി ഹാർഡായിട്ട് വരണവരാണ് നമ്മളുടെ പംകിൻ സീഡ്, അതിനെ ഇട്ട് കൊടുത്തു. ഇതെല്ലാം ഒരുമിച്ച് ഇടണില്ലാത്ത എന്താണെന്ന് പറയട്ടെ. കാരണം ഇതിനകത്ത് പലതിനും പല തൊണ്ടിന് നല്ല കട്ടി കൂടുതലുള്ളതും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഈ പോപ്പി സീഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
പാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതങ്ങ് കത്തിപ്പോവേ. അപ്പം നമ്മളിതിനകത്ത് ഇതെന്ത് കളർഫുള്ളാണെന്ന് നോക്കിക്കല്ലേ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിനെ പ്രോട്ടീൻ ബോളെന്ന് വിളിക്കാറുണ്ട്. ഇതിനകത്ത് ഇതെല്ലാവരും കൂടെ ഇങ്ങനെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് പൊടിക്കും. പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈന്തപ്പഴം, ചിലരൊക്കെ ഡേറ്റ്സ് ചേർക്കും കേട്ടോ. ഈന്തപ്പഴം ഇട്ട് ഇത് പൊടിച്ചിട്ട് നമ്മൾ ഉണ്ട പോലെ ഉരുട്ടി വയ്ക്കും. നമ്മൾ ചെറിയ എന്നാ പറയുക അരിയുണ്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ ഈ സാധനം ഉരുട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാനും ടേസ്റ്റാണ്. ഞാനത് ചെയ്യില്ലാത്ത ഈ സാധനത്തിനകത്ത് ഷുഗർ ഉണ്ടല്ലോ, ഈ ഡേറ്റ്സിൽ. അത് കാരണം ഞാൻ കഴിയുന്നത് എനിക്ക് ഷുഗർ ഉണ്ടായിട്ടല്ല, വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഒഴിവാക്കും. അപ്പം ഇതൊരുമാതിരിയായി. അതാ നമ്മളുടെ സൺഫ്ലവർ കേണൽസാണ്, സൺഫ്ലവർ സീഡ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തെയും നമ്മൾ വലിയ മോശമല്ലാത്ത രീതിയിലൊന്നങ്ങ് ടോസ്റ്റ് ചെയ്യുക. ഈ പാനിന് നമ്മൾ കുറച്ച് കട്ടിയുള്ള പാൻ എടുക്കണേ. നമ്മൾ കുറച്ച് തിന്നായിട്ടുള്ള പാൻ എടുത്തു കഴിഞ്ഞാലേ പെട്ടെന്ന് അങ്ങ് എന്നാ പറയണേ പുകഞ്ഞു പോവും ഇത്. ഈ പാനിൻ്റെ ചൂടിൽ തന്നെ ഇരുന്ന് നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോഴും ഇത് ഒന്നും കൂടി ഒന്നങ്ങ് ടോസ്റ്റഡ് ആവും. അതാകുന്നു. അത് കുറച്ച് ജസ്റ്റ് ഒന്നായി കഴിഞ്ഞാൽ നമ്മളുടെ പീനട്ടിൻ്റെ ഒരു കപ്പ് പീനട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാം കുറേശ്ശെയാണ് ക്വാണ്ടിറ്റി എടുത്തോളൂ. പക്ഷേ ഇതെല്ലാവരും കമ്പൈൻ ചെയ്ത് വരുമ്പം ഒരുമാതിരി നല്ലൊരു എമൗണ്ട് ആവുമേ. ക്വാണ്ടിറ്റി നന്നായിട്ട് കൂടും നമ്മൾ ഇതെല്ലാവരും കൂടെ കൂടുമ്പോൾ. പിന്നെ എന്നാണെന്നറിയോ, വലിയ കപ്പിൽ നമുക്ക് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ കപ്പിൽ നമുക്ക് മെഷർ ചെയ്യാം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തേക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു അരോമ ഫ്ലേവറൊക്കെ അങ്ങ് പോവും. പിന്നെ അതങ്ങ് തണുത്ത് പോകാൻ തുടങ്ങും. അപ്പം നമുക്ക് കഴിച്ച് തീർക്കാൻ പറ്റാവുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഇത്രയല്ലേ ഉള്ളൂ, നമ്മളതങ്ങ് കഴിക്കും. പിന്നെ നമുക്ക് വേറെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളുടെ പീനട്ടിനെ ഇട്ടു. അത് പതുക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ കണ്ടോ, ഈ നട്ടിൽ നിന്നൊക്കെ പയ്യെ ഒരു ഓയിലിൻ്റെ കണ്ടൻറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ എള്ളിന് ഇട്ട് കൊടുക്കുകയാണേ, വൈറ്റ് സെസമേ. എനിക്ക് വൈറ്റ് സെസമയാണ് കുറച്ചും കൂടെ ഇഷ്ടം. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോപ്പി സീഡ് ഇട്ടങ്ങ് വറുത്ത് കഴിയുമ്പം ഈ പോപ്പി സീഡ് ഒന്നങ്ങ് ചൂടായി കഴിയുമ്പോൾ വരുന്ന മണം നല്ല രസമാണ്. പിന്നെ അതിന് മൊത്തത്തിലൊരു പയ്യൊരു കറുത്ത കളറും കിട്ടും. കറുത്ത എള്ളും കൂടെ അങ്ങ് ചെല്ലുമ്പം പിന്നെ ഒരുമാതിരി ഭയങ്കര ഇതിന് കറുപ്പ് പോലെയാണ്. അപ്പോൾ അത് കാരണം ഞാനതങ്ങ് അവോയ്ഡ് ചെയ്തു. ഇതിനെ ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ. ഇനിയിപ്പം അടുത്തത് അതുകൊണ്ട് പൊട്ടി തുടങ്ങി. അടുത്തത് നമ്മളുടെ ലോട്ടസ് സീഡാണ്. ഞാൻ തീ ഒന്ന് കുറച്ചേ കത്തിപ്പോവാതിരിക്കാൻ ഞാൻ ലോട്ടസ് സീഡിനെ ഇട്ടു. ലോട്ടസ് സീഡും അധികം അങ്ങ് ടോസ്റ്റഡ് ആക്കത്തില്ല, കുറച്ചും കൂടി ഇടും ഞാൻ. അപ്പോൾ ലോട്ടസ് സീഡ് ഈ കപ്പിനകത്ത് 3 കപ്പ് എടുത്തിട്ട് ഇത് ഇത്രയേ ഉള്ളൂ. കാരണം അത് ഓൾറെഡി പഫ്ഡ് ആയാരണേ. എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടു. ഇനി ഇതിനകത്ത് ഇരുന്നുകൊണ്ടുള്ള ചെറിയൊരു വറകലേ ഉള്ളൂ. കുറച്ചൊന്നങ്ങ് നമുക്ക് പൊട്ടണം വെച്ചേട്ടോ. കുറച്ചൊന്നങ്ങ് ഇതായി കഴിഞ്ഞ് കഴിയുമ്പം ഞാനിനി ഇത് നമ്മളുടെ പോപ്പി സീഡിനെ ഇടും. അപ്പം ഞാൻ എന്നാ ചെയ്യണേന്ന് അറിയാമോ, ഇതിൽ നിന്ന് അങ്ങ് ഇറക്കി വെക്കുകയാണേ ചൂടത്തുനിന്ന്. ആ അടുപ്പത്തു നിന്ന് ഞാനങ്ങ് മാറ്റി. ഓക്കെ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. രസമാണ്. നമുക്ക് ഒരു മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മളൊരു ചായയൊക്കെ എടുത്ത് ഇതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കാൻ. ഇതിനകത്ത് എന്നാന്നറിയോ, നമ്മൾ ജോലിക്കൊക്കെ പോണ സമയത്ത് ചെറിയ കണ്ടെയ്നറിനകത്ത് അതിൽ കുറച്ചൊരു 2-3 സ്പൂണൊക്കെ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയാൽ ഇടയ്ക്കൊക്കെ ഒന്നങ്ങ് കഴിച്ചിട്ടിരുന്നാൽ നമുക്ക് ക്ഷീണം അറിയത്തില്ല. അപ്പം ഞാൻ ഈ പോപ്പി സീഡ് ഇടുവാണേ. ഇതാ നമ്മളുടെ പോപ്പി സീഡ് ഇട്ടു. പോപ്പി സീഡ് ഇട്ടപ്പോൾ ഞാൻ പോപ്പി സീഡ് ഇട്ടപ്പം പാൻ ഓഫ് ചെയ്തു. തീയെല്ലാം ഓഫ് ചെയ്ത് പാൻ നമ്മൾ അടുപ്പത്ത് നിന്ന് ഇറക്കി. ഇനി ഈ പാനിനകത്തിരുന്നുള്ള ചൂട് മതി. ഈ പാനിനകത്ത് ഒരുമാതിരി നന്നായിട്ട് ചൂട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഇതിൻ്റെ ചൂടൊന്ന് ആറുന്ന സമയത്ത് ഞാനിതിനെ ഒന്ന് പൊടിക്കും. അപ്പം പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്താക്കി ഈ സാധനം വയ്ക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു നേരം പോക്ക്. വൈകുന്നേരം പുറത്തൊക്കെ കണ്ടോ, അതേ നല്ല തണുപ്പും അത്യാവശ്യം നല്ല മഴയും, അതിൻ്റെ ഒപ്പം ചെറിയ വെയിലും, അതിൻ്റെ ഒപ്പം ചെറിയ മഴവെല്ലും. നാട്ടിൽ പറയില്ലേ കുറുക്കൻ്റെ കല്യാണത്തിന് ഇതൊക്കെയാണ്, അങ്ങനത്തെയൊക്കെ ഒരു ആംബിയൻസാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്യാനുള്ള വേറെ പ്രത്യേകിച്ച് പുറത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും അടുക്കളയിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു മൂഡ് തോന്നി. അപ്പം ഞാൻ ഇതിനെ ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതൊന്ന് പതുക്കെ തണുത്ത് കഴിയുമ്പം പുള്ളിനെ ഒന്ന് പൊടിച്ച്
കണ്ടെയ്നറിനകത്താക്കി ഇടിച്ച് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എന്നാണെന്നറിയോ, കാലിൻ്റെ വേദന, കാലിന് ക്രാംസ്, ടയേർഡ് ആവുന്നത്, ഇതെല്ലാം അങ്ങ് കുറയുന്നുണ്ട്, ശരിക്കും മാറുന്നുണ്ട്. മഗ്നീഷ്യം ഉണ്ട്, അയൺ റിച്ച് ആണ്, പ്രോട്ടീൻ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിയ സീഡ് ഇഷ്ടമുള്ളവർക്ക് ചിയ സീഡ് ഇടാം കേട്ടോ. ഞാൻ ചിയ സീഡ് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇടാറില്ല. ഇടയ്ക്കൊക്കെ വെള്ളത്തിനകത്ത് ഇട്ടിട്ട് കഴിക്കാറേ ഉള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ സീഡ് വേണോ അതെല്ലാം ആഡ് ചെയ്യാം. ബ്രസീൽ നട്ട് ഇഷ്ടമാണെങ്കിൽ അതിടാം. അത് കുറച്ച് ഹാർഡായാലും ഞാൻ കഴിയുന്നത് ഇടാറില്ല. ഇതെല്ലാം നമ്മളുടെ ചോയ്സാണ്, ഏതാണ് നമുക്കിഷ്ടം എന്ന് വെച്ചാൽ അതിടാം. ഇനി മധുരം വേണ്ടവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഈന്തപ്പഴം പൊടിച്ച് കഴിഞ്ഞിട്ട് ഈന്തപ്പഴവും കൂടി നമ്മളൊന്നങ്ങ് അടിച്ച് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, മധുരമുള്ളവരണേ. അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് പറയണേ. ബൈ.